ഹലോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വീട്ടിലെല്ലാവർക്കും വേണ്ടിയിട്ട് ഓണക്കോടി എടുക്കാൻ വേണ്ടി പോവുകയാണേ. ഇന്ന് നമ്മുടെ കൂടെ ചേച്ചിയും ചേട്ടനും കൊച്ചും ഒക്കെ ഉണ്ട് കേട്ടോ. അവരാണ് ഫ്രണ്ടിൽ ഇരിക്കുന്നത്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഷോപ്പിങ്ങിന് പോയിട്ട് ഞാൻ വെറുത്ത് പോയത് ഇന്നാട്ടോ. സാധാരണ ഷോപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാടിത്തുള്ളി ഇറങ്ങി പോകുന്ന ഞാനാണ്. പക്ഷെ ഇന്ന് ഞാൻ മടുത്തൊരു പരുവായി. ഏത് ഷോപ്പിൽ ചെന്നാലും അവിടെ എല്ലാം ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഞങ്ങൾ പോയത് സൺഡേ ആയിരുന്നു. ചിലപ്പോൾ ഇനി അതുകൊണ്ടാണോ ഇത്രയും തിരക്കൊന്നും അറിയില്ല. പക്ഷെ മടുത്തൊരു പരുവായിപ്പോയി. അങ്ങനത്തെ ഒരു വല്ലാത്തൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ പോയത് ഗണപതി സിൽക്സിലാണ് പോയത്. ചെന്നപ്പോൾ തന്നെ സെക്യൂരിറ്റി പറഞ്ഞായിരുന്നു പാർക്കിംഗ് ഫുള്ളാണ്, സ്പേസ് ഇല്ലാന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഒരു വണ്ടി ഇറങ്ങിയപ്പോഴത്തേനും പിന്നെ അവിടെ പാർക്ക് ചെയ്തോന്നും പറഞ്ഞ് അവിടെ വണ്ടി പാർക്ക് ചെയ്തു. എന്നിട്ട് പിന്നെ ഞങ്ങൾ അകത്ത് കയറി. ശരിക്കും ഞാൻ പറയാലോ, അകത്ത് കയറിയപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം ഒരു രക്ഷയില്ലാത്ത തിരക്കായിരുന്നു. ആ തിരക്ക് കണ്ടപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചായിരുന്നു ഡ്രസ്സൊന്നും എടുക്കുന്നില്ല എന്ന്. പിന്നെ ചേച്ചി കൊച്ചിന് കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തു. എനിക്കിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവുമല്ലോ, അത്യാവശ്യം നല്ല തിരക്കായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഒരു ഫ്ലോറിലെ കിഡ്സിൻ്റെ ഏരിയ മാത്രമാണ് നിങ്ങൾ കാണുന്നത്. ഗ്രൗണ്ട് ഫ്ലോർ എന്നൊക്കെ പറഞ്ഞാൽ ഇതിൻ്റെ ഇരട്ടി തിരക്കായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അവിടെ നിന്ന് വീഡിയോ ഒന്നും എടുക്കാതിരുന്നത്. പിന്നെ വീക്കെൻഡിൽ പോവുകയാണെങ്കിലായിരിക്കും കേട്ടോ ഇത്രയും തിരക്ക്. വീക്ക് ഡേയ്സിലധികം തിരക്കുണ്ടാവുമെന്ന് എനിക്ക് തോന്നാനില്ല. പിന്നെ ഞങ്ങൾ അവിടുന്ന് കൊച്ചിന് വാങ്ങിച്ചതെല്ലാം കൂടെ ബില്ല് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോയത് ഗ്രാൻഡ് സ്റ്റൈലിലാണ്. പക്ഷെ ഞങ്ങൾക്ക് അവിടെ നിന്നൊന്നും കിട്ടിയില്ല. പിന്നെ അവിടുന്ന് ഇറങ്ങി കല്യാൺ സിൽക്സിലോട്ടാട്ടോ പോയത്. ഇവിടുന്നെങ്കിലും എല്ലാവർക്കും ഡ്രസ്സ് എടുക്കണമെന്ന് ഓർത്തിട്ടാട്ടോ കയറിയത്. പക്ഷെ നമുക്ക് ഇനിയും കുറച്ച് പേർക്കൂടെ ഡ്രസ്സ് എടുക്കാനുണ്ട്. അപ്പോൾ നമ്മളവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആദ്യം തന്നെ പിള്ളേർക്കുള്ള ഡ്രസ്സ് എടുക്കാനാണ് പോയത്. അവർക്കുള്ള ഡ്രസ്സ് പെട്ടെന്ന് എടുത്തു കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ചേട്ടനും അഖിലേട്ടയ്ക്കുള്ള ഡ്രസ്സാണ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവർക്കൊന്ന് മര്യാദയ്ക്ക് നോക്കി സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് പിള്ളേരൊന്നും മര്യാദയ്ക്ക് ഇരിക്കണം കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞാൻ അവരെ നോക്കി അവിടെ ഇരുന്നു. അപ്പോൾ ചേട്ടനുള്ള ഡ്രസ്സ് പെട്ടെന്ന് എടുത്തു കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ അഖിലേട്ടയ്ക്കുള്ള ഡ്രസ്സാട്ടോ നോക്കിക്കൊണ്ടിരുന്നത്. അഖിലേട്ടയ്ക്ക് ഒരു ഷർട്ട് എടുക്കാൻ വേണ്ടി നമ്മളവിടെ 1 അവറാണ് അതിന് വേണ്ടി മാത്രം ടൈം പോയത്. എന്നിട്ടും അവിടെ നിന്ന് എടുത്തില്ല കേട്ടോ. ഇതുപോലെ ആരെങ്കിലും നിങ്ങൾക്ക് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കുറച്ച് പേർക്കുള്ള ഡ്രസ്സ് മാത്രമേ നമ്മൾ അവിടെ നിന്ന് എടുത്തുള്ളൂ. പിന്നെ അതെല്ലാം ബില്ല് ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. എന്നിട്ട് ഡ്രസ്സ് വേൾഡിൽ പോയിട്ടാണ് അഖിലേട്ടയ്ക്കുള്ള ഡ്രസ്സ് എടുത്തത്. പക്ഷെ ഞാൻ മടുത്തു പോയതുകൊണ്ട് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.